ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. അങ്ങനെ ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൽ രേവതിക്ക് വേണ്ടിയിട്ട് അച്ഛമ്മ വാത്സല്യപൂർവ്വം ഓരോ ഉരുളലാക്കി വാരി വാരി കൊടുക്കുകയാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് രേവതി കാണിക്കുന്ന കള്ളത്തരാണ് കേട്ടോ. രേവതിയുടെ കൈ വേദനയെന്ന് പറയുന്നത് അത് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ രവീന്ദ്രനാകെ പേടിച്ചിട്ട് ഡോക്ടറെ വിളിക്കാൻ പറയുകയാണ്. പക്ഷേ അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ അത് ഞാൻ പറഞ്ഞുതരാൻ പറയുമ്പോൾ അച്ഛമ്മ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആരും പറയണ്ട, അവൾക്കിപ്പോൾ ഞാൻ വാരി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവളുടെ ഈ കള്ളത്തരം മുഴുവൻ. അതെനിക്ക് മനസ്സിലായി. കള്ളിപ്പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ വാത്സല്യപൂർവ്വം രേവതിക്ക് ചോറ് വാരി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വർഷയും ശ്രീകാന്തും കൂടി സിറ്റൗട്ടിൽ നിൽക്കണം. അപ്പോൾ വർഷ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുക, എന്താ വർഷ നീ ആലോചിക്കുന്നത് ചോദിക്കുമ്പോൾ വർഷ പറയണല്ല, നമ്മൾ എത്ര സ്നേഹത്തോട് കൂടിയിട്ട് ഫുഡ് മേടിച്ചു വന്നിട്ട് അച്ഛമ്മയ്ക്ക് അത് മനസ്സിലായില്ലല്ലോ ശ്രീകാന്തേ പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയണ സാരമില്ലേ, അച്ഛമ്മ പറഞ്ഞത് കറക്റ്റല്ലേ, രേവതി ചേച്ചിക്ക് വീട്ടിലത്തെ ഫുഡ് കൊടുക്കല്ലേ നല്ലത്, പിന്നെ ഒരു കണക്കിൽ പുറത്തുനിന്ന് മേടിക്കാനായിട്ടുള്ള നല്ലത് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കല്ലേ. ഇനി ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, ഇല്ലെങ്കിൽ അച്ഛമ്മേനെ എന്തെങ്കിലുമൊക്കെ ജോലികളിൽ എനിക്ക് സഹായിക്കാനുണ്ടായിരുന്നു. ഒരു ദിവസം പോലും എനിക്ക് ലീവില്ല ശ്രീകാന്ത്, ഇപ്പോൾ 2-3 വർക്ക് എടുത്ത കാരണം കൊണ്ട് ഡബ് ചെയ്യാതെ പറ്റിയില്ല, എനിക്ക് ലീവേ കിട്ടണില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാലും കൂടി എനിക്കും കൂടി സമയം കിട്ടണമല്ലോ, ലേറ്റ് ആവല്ലോ ഇവിടെ എത്താമെന്നൊക്കെ പറയണം. അപ്പോൾ ഇവരുടെ സംസാരം മുഴുവൻ അച്ഛമ്മ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷ പറയണ, അച്ഛമ്മ പറഞ്ഞത് ശരിയാണ്, എനിക്ക് സഹായിക്കുന്ന രേവതി ചേച്ചിയെ നോക്കിയിട്ട് രേവതി ചേച്ചിയുടെ കാല് സുഖാവണവരെവിടെ നിൽക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കണില്ലല്ലോ ശ്രീകാന്ത്, അതാണ് എൻ്റെ സങ്കടം മുഴുവൻ പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയുക, സാരമില്ല, താനൊരു കാര്യം ചെയ്ത് എനിക്ക് ഒരു ദിവസമെങ്കിലും തനിക്ക് ഒരു ദിവസമെങ്കിലും ലീവ് എടുത്ത് രേവതി ചേച്ചീനെ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. എനിക്ക് ലീവ് കിട്ടുന്നില്ലോ ശ്രീകാന്ത്, ഞാൻ ചോദിച്ചതല്ലേ, പക്ഷെ കിട്ടാനിട്ടല്ലേ, എനിക്ക് സഹായിക്കണം, അച്ഛമ്മയെ സഹായിക്കണം, വീട്ടുപണികളിൽ സഹായിക്കണം, രേവതി ചേച്ചി നോക്കണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ദേ ഇപ്പോഴും സമയം കിട്ടുമ്പോൾ രേവതി ചേച്ചിയുടെ അടുത്തൊന്ന് പോയിരിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എപ്പോഴും ആ സച്ചിയേട്ടൻ രേവതി ചേച്ചിയുടെ അടുത്താണ്, സച്ചിയേട്ടൻ വന്ന് അവിടെ നിന്ന് മാറിയല്ലേ നമുക്കൊന്ന് പോയിരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുണ്ടോ ഹസ്ബൻഡും വൈഫും എന്ന് ചോദിച്ചിട്ട് അവർ സ്നേഹത്തോടു കൂടി കളിയാക്കാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛമ്മ മനസ്സിൽ വിചാരിക്കണം, ഞാൻ വിചാരിച്ച പോലെയല്ല, ശ്രീകാന്തിന് കിട്ടിയേക്കുന്നത് വളരെ നല്ലൊരു കുട്ടിയാണ്, നല്ല മനസ്സാണ് വർഷയുടെ എന്നിങ്ങനെ അച്ഛമ്മ വിചാരിക്കുകയാണ്. അച്ഛമ്മയ്ക്ക് അപ്പോൾ സന്തോഷമാവണം. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ശ്രുതിയുടെ സംസാരം കേൾക്കുകയാണ് അച്ഛമ്മ. ശ്രുതി സംസാരിക്കുകയാണ്, ശ്രുതി എനിക്ക് പാർലറിൽ വളക്ക് കുറവായ കാരണം കൊണ്ടാണല്ലോ ഞാൻ ഷോറൂമിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രുതി പറയും, നാളെ വ്യാപാരികളുടെ ഇതല്ലേ, അപ്പം നമ്മുടെ കട മുടക്കാം, അപ്പം നമുക്ക് നാളെ പോകേണ്ട ആവശ്യമില്ല, വീട്ടിലിരിക്കാമെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയണേ, വീട്ടിലൊന്നും ഇരുന്നാൽ ശരിയാവില്ല, ഇവിടെ ഇരുന്ന് അച്ഛമ്മയുണ്ട്, ഇന്നത്തെ ഒരു ദിവസം അടുക്കളയിൽ കയറി എന്ന് വെച്ചിട്ട് അച്ഛമ്മ കയറുമെന്ന് വിചാരിക്കേണ്ട, എന്നെ കൊണ്ട് എല്ലാ പണികളും ചെയ്യിപ്പിക്കും, അതുകൊണ്ട് വീട്ടിലൊന്നും ഇരുന്നാൽ ശരിയാവില്ല ശ്രുതി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ വിടുന്ന കടയുണ്ട് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് 2 പേർക്കും കൂടിയിട്ട് ഫുള്ളൊരു സിനിമയൊക്കെ കണ്ട് മൊത്തം കറങ്ങി അടിച്ചിട്ട് വരാമെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയും, ശരി, അത് നല്ല ഐഡിയ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ മറഞ്ഞു നിന്നിട്ട് അച്ഛമ്മ കേൾക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശ്രുതി പറയാണ്, നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നത് അച്ഛമ്മയ്ക്ക് തീരെ ഇഷ്ടമായിട്ടില്ല, വർഷം കണ്ടില്ല, അവരും മറ്റവർക്ക് ഫുഡും കൂടി മേടിച്ചു കൊടുത്തിട്ട് എന്തായി, അവരേനെ അച്ഛമ്മ വഴക്ക് പറഞ്ഞില്ലേ പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, അച്ഛമ്മ പറഞ്ഞ എന്താ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ട, വീട്ടിലുണ്ടാക്കാന്നല്ല അച്ഛമ്മ പറഞ്ഞ ശ്രുതി, ഇനി അച്ഛമ്മ എന്നെ കൊണ്ട് പണിയിപ്പിക്കും, നോക്കിക്കോ എന്നൊക്കെ പറയണം ശ്രുതി. അപ്പോൾ ശ്രുതി പറയണ, അച്ഛമ്മ പറഞ്ഞത് ശരിയല്ലേ, പുറത്തുനിന്ന് കഴിക്കണേക്കാട്ടിലും നല്ലത് വീട്ടിലുണ്ടാക്കിയ ഫുഡല്ലേ. അപ്പോൾ ശ്രുതി പറയും, ശരി, അതുകൊണ്ടല്ലേ പാർക്കിൽ കിടന്നുറങ്ങണ സമയത്ത് ഇവിടുന്ന് ഫുഡും കെട്ടിപ്പൊതിഞ്ഞ് പോയായിരുന്നു എന്ന് പറയണം ശ്രുതി. അതും പറഞ്ഞ് നീ എന്നെ കളിയാക്കരുത് കേട്ടോ എന്നൊക്കെ പറയാണ് ശ്രുതി. അങ്ങനെ അവരുടെ സംസാരം മുഴുവൻ അച്ഛമ്മ മറഞ്ഞെന്ന് കേൾക്കണം. അമ്പടി ശ്രുതി, അപ്പോൾ വീട്ടിലത്തെ പണികളും ചെയ്യാൻ മടിച്ചിട്ട് നീ നാളെ ഇവിടുന്ന് പുറത്തേക്ക് പോവാണല്ലേ, നീ നാളെ ഇവിടുന്ന് പുറത്തേക്ക് പോകണത് എനിക്കൊന്ന് കാണണം, നിൻ്റെ പോക്ക് ഞാൻ ശരിയാക്കി തരാം, നിന്നെ കൊണ്ട് തന്നെ ഞാൻ വീട്ടിലെ ജോലികളെല്ലാം നാളെ ചെയ്യിപ്പിക്കും എന്നുള്ള ശബ്ദം എടുക്കുകയാണ് അച്ഛമ്മ. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങനെ സിറ്റൗട്ടിൽ ആലോചിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കുക, എന്താ അമ്മ ഇത്ര കാര്യമായിട്ട് ആലോചിക്കണം ചോദിക്കുമ്പോൾ പറയും, ഒന്നുമില്ല, ഞാൻ അങ്ങനെ ആലോചിക്കുക, ഒരാൾക്ക് വയ്യാണ്ടാവുന്ന സമയത്തല്ലേ രവി എല്ലാവരും വേണ്ടത്, ചന്ദ്രയുടെ വഴിക്ക് പോയി, ഞാൻ ശ്രീകാന്തും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു രവി, എത്ര നല്ലൊരു കുട്ടിയാണെന്നറിയോ വർഷ. അപ്പോൾ രവീന്ദ്രൻ പറയും, ശരിയാ അമ്മേ, അവൾക്ക് അവളുടേതായിട്ടുള്ള തിരക്കുകളുണ്ടെങ്കിലും മനസ്സിൽ വളരെ നന്മയുള്ളൊരു കുട്ടിയാണ്, അവളുള്ള കാര്യം ഓപ്പണായിട്ട് തുറന്ന് പറയും. രേവതിനെ വഴക്ക് പറയുന്ന സമയത്ത് വർഷയാണ് രേവതിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടിന് വരാറ്, ചന്ദ്രയുടെ വായ അവൾ അടപ്പിക്കും. അത് ശരിയാണ്, ശ്രീകാന്തിന് കിട്ടിയ നല്ലൊരു കുട്ടി തന്നെ വർഷ എന്ന് പറയും അച്ഛമ്മ. പക്ഷേ അങ്ങനത്തെ അല്ലാത്തവരും ചന്ദ്രയുടെ അതേ സ്വഭാവമുള്ള, ചന്ദ്രയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മരുമോൾ വടിയുണ്ട് രവി, ശ്രുതി ശരിക്കും ചന്ദ്രയുടെ സ്വഭാവമാണ്. ഇന്ന് ശ്രുതിയും കൂടി സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടു. അതോടുകൂടി എനിക്ക് മനസ്സിലായി ശ്രുതിയുടെ ക്യാരക്ടർ എന്താണെന്ന്. അവൾക്കൊരു
അവളുടെ വിചാരം എന്താ വെച്ചാൽ നാളെ ഇവിടെ നിന്ന് ജോലി ചെയ്യണം, അപ്പം നാളെ പുറത്തു പോകാനുള്ള പരിപാടിയാണ് കള്ളത്തരം പറഞ്ഞിട്ട്. പക്ഷേ ആ കള്ളത്തരം ഞാൻ പൊള്ളിക്ക് രവി. ഞാൻ എന്തായാലും രേവതി മോളുടെ കാലിലത്തെ മാറി രേവതി മോളെ എഴുന്നേറ്റ് നടന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ശ്രുതിനെ ഞാനൊരു പാഠം പഠിപ്പിക്കുക. ചന്ദ്രയുടെ മരുമകളാണ് അവൾ എന്നുണ്ടെങ്കിൽ ഞാൻ കലാവതിയാന്ന് പറയാണ്. അച്ഛമ്മ, രേവതിയുടെ അച്ഛമ്മ, രവീന്ദ്രൻ്റെ അമ്മ. അപ്പോൾ രവീന്ദ്രൻ ചിരിക്കുകയാണ്. എനിക്കറിയാം അമ്മേ, ശ്രുതി കുറച്ച് ചന്ദ്രയുടെ മോഡൽ സ്വഭാവമുള്ള ആളാണെന്നൊക്കെ എനിക്കറിയാമേ, പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയണത്. ഞാൻ ശരിയാക്കി കൊടുക്കുക, അവൾക്കുള്ള പരിപാടി ഞാൻ ഇട്ടുണ്ട്, അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറയണം അച്ഛമ്മ. എന്നിട്ട് അച്ഛമ്മ വിചാരിക്കുക, ശ്രുതി നിനക്കുള്ള പണി നാളെ മുതൽ വരുന്നു, ഈ നാളെ ഒന്ന് പുറത്തേക്ക് പോകുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറയാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തു അച്ഛമ്മ പോയിട്ട് ശ്രുതിനെ വിളിക്കാൻ, മോളെ ശ്രുതി വിളിക്കാൻ. അപ്പോൾ ശ്രുതി നീക്കണില്ല. വീണ്ടും ശ്രുതി വിളിക്കാൻ. അപ്പോൾ ശ്രുതി പറയാണ്, ഇങ്ങനെയൊക്കെ ഫേഷ്യലും ബ്ലീച്ചും ചെയ്തിട്ടാണ് ഇവിടെ വേറൊരാളും വരാത്തത്, നേരാവണ്ണം ചെയ്യണം, ഇല്ലെങ്കിൽ എങ്ങനെ കസ്റ്റമേഴ്സ് വരിക, ഇനി നീ ഇവിടെ ജോലിക്ക് വേണ്ട അപ്പോൾ പറയാണ്. അപ്പോൾ കലാവതി അമ്മ വീണ്ടും പോയിട്ട് ശ്രുതി, മോളെ ശ്രുതി എന്നൊക്കെ പറയണ, പൊടി പറയണ, ശ്രുതി വിളിക്കുകയാണ്. അപ്പോൾ കലാവതി. അപ്പോൾ പെട്ടെന്ന് ശ്രുതി കണ്ണോർത്തേക്കും അച്ഛമ്മ ഇങ്ങനെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ അവൾ വിളിച്ചിരിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അയ്യോ പറഞ്ഞിട്ട് പേടിച്ച് മാറണം. അപ്പോൾ ശ്രുതി എഴുന്നേറ്റിട്ട് ചാടി എഴുന്നേറ്റ് ചോദിക്കുക, എന്തിനാ ശ്രുതി ഇങ്ങനെ പേടിക്കണം, അത് നമ്മുടെ അച്ഛമ്മയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയും, മോളെ നീ എന്താ എഴുന്നേക്കാത്ത, നേരെ എത്ര തന്നെ വിചാരം, മണി 7 ആവാനാണ് പോണത്, സൂര്യൻ ഉദിക്കാറായി എന്ന് പറയുമ്പോൾ പറയാം, എന്താ അച്ഛമ്മേ രാത്രി ഉറക്കം ശരിയായിട്ടില്ല, ഞാൻ ഇത്തിരി നേരം കൂടി കിടന്ന് ഉറങ്ങട്ടെ. പറയേ ഉറങ്ങാൻ പറ്റില്ല, നീ എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് കോലട്. അയ്യോ ഞാനോ എഴുന്നേക്കാനോ കുളിക്കാനോ ഈ നേരത്തോ? അച്ഛമ്മേ പ്ലീസ്, രാത്രി കൊതുകടി കൊണ്ടിട്ട് ഉറങ്ങിയിട്ടില്ല അച്ഛമ്മേ, ഞാനൊന്നും ഉറങ്ങട്ടെ പറയണ ശ്രുതിയെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ആരോഗ്യമുള്ള കുട്ടികൾ, നല്ല മഹാലക്ഷ്മി ആയിട്ടുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്നതിനായിട്ടുള്ള മുന്നേ കുളിച്ചിട്ട് കോലിടണം എന്നൊക്കെ പറയണം. അച്ഛമ്മ എനിക്ക് വയ്യ അച്ഛമ്മ, എനിക്ക് ഒന്നാമത് ഞാൻ കുളിച്ചിട്ടും കാര്യമൊന്നുമില്ല, എനിക്ക് കോലിടാനൊന്നും അറിയില്ല എന്ന് പറയണേ. അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, നീ എഴുന്നേറ്റ് വാന്ന് പറയണം അച്ഛമ്മ. അപ്പോൾ ശ്രുതി എഴുന്നേറ്റിട്ട് പറയാം, എന്തിനാ അച്ഛമ്മ അവളെ നിർബന്ധിക്കണം, അവൾ കിടക്കുകയാണെങ്കിൽ കിടന്നോട്ടെ എന്ന് പറയാണ്. അപ്പോൾ പെൺകുട്ടികൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കോലം വരച്ചാലും മഹാലക്ഷ്മി വീട്ടിൽ വരില്ല, എന്തിനാ അച്ഛമ്മയെ കണ്ട മഹാലക്ഷ്മിമാരെയൊക്കെ വീട്ടിൽ വരുന്നത്, ഇവിടെയുള്ള പെണ്ണുങ്ങൾ പോരെ ചോദിക്കണം. ശ്രുതി ഒന്നും പോടാ, നിനക്ക് എന്താ അറിയാം ചോദിച്ചിട്ട് ശ്രുതിനെ കിടക്കാൻ വിടാത്ത ശ്രുതിനെ വിളിച്ച് നീപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛമ്മ. അപ്പോൾ അച്ഛമ്മയുടെ പ്ലാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അച്ഛമ്മ ശ്രുതിക്ക് കൊടുക്കാനുള്ള പണിപ്പുരയിലാണ്. അങ്ങനെ ശ്രുതിനെ നീപ്പിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണ, ഒരു കാര്യം ചെയ്യും ശ്രുതി, നീ പോയി കോലട് പറഞ്ഞിട്ട് ശ്രുതി തിരിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ശ്രുതിയുടെ ഒരു വിളവത്തൊരു അച്ഛമ്മയുടെ അടുത്ത് വില പോയില്ല. അച്ഛമ്മ ശ്രുതിനെ വിളിച്ച് നീപ്പിച്ച് ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ശ്രുതി പുറത്തേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ച് ശ്രുതിക്കുള്ള കട്ട പണി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛമ്മ നിൽക്കുന്നത്. അങ്ങനെയാണ് രേവതിക്ക് കട്ട സപ്പോർട്ടും പണി കൊടുക്കുന്നവർക്ക് ഇരട്ടിപ്പണി തിരിച്ചു കൊടുക്കാനായിട്ടാണ് അച്ഛമ്മ ചന്ദ്രോദയത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഇന്നത്തെ എൻ്റെ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്